ബിഗ് ബോസ് മലയാളം സീസൺ 6 ജിൻഡോയ്ക്ക് പേടിയുള്ള ഒരാൾ അവിടെ ഉണ്ട് എന്നുള്ളത് ആള് സ്വയം വെളിപ്പെടുത്താണ്. ജിൻഡോ അല്ല കേട്ടോ, ഈ ജിൻഡോ പേടിക്കുന്നു എന്ന് സ്വയം കരുതിയിരിക്കുന്ന ഒരു വാഴ മറ്റാരുമല്ല. ബിഗ് ബോസ് ഹൗസിലേക്ക് അവിടെ ഒരു വൈൽഡ് കാർഡ് എൻട്രി ആയി വന്നപ്പോൾ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു അവിടെ കണ്ടന്റുകൾ ഉണ്ടാക്കും, ഒരു ബിഗ് ബോസ് പ്രൊഡക്റ്റ് തന്നെയാണ് അങ്ങോട്ട് പോകുന്നത് എന്നുള്ളത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒരു മരവാഴയായി മാറി എന്ന് പറയാവുന്ന സായി കൃഷ്ണ, സീക്രട്ട് ഏജന്റിൽ നിന്ന് സായി കൃഷ്ണയെ കണ്ടെത്താൻ വേണ്ടിയാണ് അവിടേക്ക് പോയത് എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ സ്വയം വിചാരിക്കുന്നത് വലിയ എന്തോ പുലിയാണെന്നാണ്. കാരണം ജാസ്മിനും സായും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ആ ഒരു സംസാരത്തിനിടയ്ക്ക് ഇവര് നോമിനേഷനെ കുറിച്ചും ഔട്ട് ആവുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നു. നോറ അടുത്ത ആഴ്ച പോകും എന്നുള്ളതിനെ കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നു. സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ജാസ്മിൻ നന്ദനയുടെ പേര് പറയുന്നുണ്ട്. പക്ഷെ നന്ദന ടോപ്പ് 5 വരുന്ന കണ്ടസ്റ്റന്റ് ആണ്, പോകൂല എന്ന് സായി പറയുന്നു. അവസാനം സംസാരം ജിൻഡോയിലേക്ക് എത്തുന്നു. ജാസ്മിൻ ഇപ്പോഴും കൺഫ്യൂഷനാണ്. എങ്ങനെയാണ് ജിൻഡോ ഈ ഇത്രയും വരെ എത്തിയത്? ജിൻഡോ ഒക്കെ ഒരു മാസത്തിനുള്ളിൽ പോകേണ്ട ആളല്ലേ, ഇത്രയും നെഗറ്റീവുള്ള ഒരാൾ എങ്ങനെ എത്തിയെന്നുള്ളത്. പുറത്തുള്ള കാര്യങ്ങൾ മുഴുവനെ അകത്ത് അറിഞ്ഞിട്ടും ഇപ്പോഴും ഇതാണ് ജാസ്മിൻ പറയുന്നത്. ജാസ്മിൻ എന്തോ വലിയ പോസിറ്റീവ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്വയം കരുതുന്നത്. അത് പോട്ടെ. അതിനുശേഷം സായി പറയുന്ന ഡയലോഗാണ് ഏറ്റവും കോമഡി ആയിട്ടുള്ളത്. ജിൻഡോയ്ക്ക് ഈ വീട്ടിൽ പേടിയുണ്ടെങ്കിൽ അത് സായിയേ ഉള്ളൂ എന്ന്. കാരണം സായി കുറേ ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു വന്ന സമയത്ത്. അതിനുശേഷം ജിൻഡോ എൻ്റെ അടുത്തേക്ക് അടുത്തിട്ടില്ല. കാരണം എന്നെ പേടിയാണ്, അതായത് സായിയെ ജിൻഡോയ്ക്ക് പേടിയാണ്, അതുകൊണ്ടാണ് സായിയുടെ അടുത്തേക്ക് അടുക്കാത്തതെന്നുള്ളത്. ഒരു വാഴയുടെ അടുത്തേക്ക് എത്ര അടുത്തിട്ടും ഒരു കണ്ടന്റും കിട്ടില്ല എന്ന് ജിൻഡോ കറക്റ്റായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് സായിയുടെ അടുത്തേക്ക് വരാത്തത്, അല്ലാതെ സായി പേടിച്ചിട്ടൊന്നുമല്ല. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ.